ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ 5 സൈനികർക്ക് വീരമൃത്യു. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പ്രദേശത്ത് എത്തി. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, മരണസംഖ്യ വർദ്ധിച്ചു. എത്ര ഭീകരർ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് വിലയിരുത്തൽ? ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ തെരച്ചിൽ? രഞ്ജിത്ത്, ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം, വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. പരിക്കേറ്റ ഒരു ജവാൻ കൂടി വീരമൃത്യു വരിച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ 5 പേർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏതായാലും സൈനികർ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 3:30ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ബുധനാഴ്ച മുതൽ ദേരാക്കി ഗലി എന്ന് പറയുന്ന സ്ഥലത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ട്. ഇത്തരമൊരു രഹസ്യ വിവരം സൈന്യത്തിന് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുഫ്ലൈസിൽ നിന്ന് ദേരാക്ക ഗലിയിലേക്ക് പോവുകയായിരുന്നു സുരക്ഷാ സേന. 2 വാഹനങ്ങളിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്, ഒരു ജിപ്സിയിലും ഒരു ട്രക്കിലും. അങ്ങനെ സൂരൻകോട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കുത്തനെയുള്ള ഒരു വളവ് തിരിയുന്നതിനിടെ ഈ സൈനിക വാഹനം വേഗത കുറച്ചു. ഇതിനിടയിലാണ് ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭീകരർ ഈ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. എങ്ങനെയാണ് 5 പേർ കൊല്ലപ്പെട്ടത്. 3 പേർ ഇന്നലെ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 2 സൈനികർ കൂടി വീരമൃത്യു വരിച്ചു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശം വളഞ്ഞുകൊണ്ട് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മാത്രവുമല്ല, വനപ്രദേശമാണ് ഈ മേഖല. അതാണ് ഈ ഭീകരരെ കണ്ടെത്താൻ അല്ലെങ്കിൽ സൈനിക നടപടി വൈകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും കൂടുതൽ സൈനികർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വൈറ്റ് നൈറ്റ് കോർപ്പ്, നർഗോട്ട ആസ്ഥാനമായിട്ടുള്ള ജമ്മു കാശ്മീർ നർഗോട്ട ആസ്ഥാനമായിട്ടുള്ള വൈറ്റ് നൈറ്റ് കോർപ്പിന്റെ ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശം വളഞ്ഞുകൊണ്ട് ഭീകരർക്കായുള്ള തെരച്ചിൽ സുരക്ഷാ സേന തുടരുകയാണ്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.